സർ, പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണം, അല്ലെങ്കിൽ പാലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന കൺസെപ്റ്റിലേക്ക് എത്തണം എന്ന് ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ പറയുമ്പോൾ ഇസ്രയേൽ അതിനെ നഖശികാന്തം എതിർക്കുന്നു. സർ, ഇങ്ങനെ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന കൺസെപ്റ്റ് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? പാലസ്തീന് ഇത്രയും ഒരു യുദ്ധമൊക്കെ നടന്നിരിക്കുന്നു, ഇസ്രയേൽ ഇങ്ങനെ എതിർക്കുന്നു. ഇത് 1988 പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLO ആണ് ആദ്യമായിട്ട് പാലസ്തീൻ നേഷൻ പ്രഖ്യാപിച്ചത്. 2012 UN അതിനെ റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതാണ്, പാർഷ്യലി റെക്കഗ്നൈസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 140 രാജ്യങ്ങൾ ഈ പാലസ്തീനെ ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒരു ഫുൾ സ്റ്റേറ്റിന്റെ പദവി ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ഫുൾ സ്റ്റേറ്റിന്റെ പദവി വരണമെന്നുണ്ടെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസില്, നമ്മുടെ ആ മെയിൻ കൗൺസിൽ ഉണ്ടല്ലോ, ചെറിയ 12 പേര്, വീറ്റോ അധികാരമുള്ള സ്ഥലം, ഇവർ അംഗീകരിക്കണം. ഓരോ പ്രാവശ്യം ഇത് കൊണ്ടുവരുമ്പോഴും UN ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും അമേരിക്ക ഇസ്രായേലിന് വേണ്ടി വീറ്റോ ചെയ്യും. അപ്പൊ അമേരിക്കയുടെ വീറ്റോ പവർ കാരണമാണ് ഇതുവരെ ഈ 140 രാജ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ പാലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഈ അമേരിക്കക്കാരുടെ വീറ്റോയാണ്. ഇപ്പം പ്രത്യേകിച്ച് UK മാത്രമല്ല, പോർച്ചുഗല്, ഫ്രാൻസ്, കാനഡ, അങ്ങനെ പല രാജ്യങ്ങളും ഇവരെ ഈ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി. സപ്പോർട്ട് ചെയ്യുന്നതായിട്ടല്ല, സപ്പോർട്ടല്ല, അവരെ രാജ്യമായിട്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രഷർ കൂടുകയാണ്. അപ്പൊ ഇസ്രായേൽ കട്ടയ്ക്ക് ഉടക്കുക. ഇതിനകത്ത് 2-3 ചെറിയ പ്രശ്നമുണ്ട്. ഈ മോണ്ടി വീഡിയോ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം പണ്ടുണ്ട്. അതായത് ഒരു രാജ്യമായിട്ട് അംഗീകരിക്കണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ വേണം, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടേതായിട്ടുള്ള ഒരു ജനസംഖ്യ വേണം, അതായത് പോപ്പുലേഷൻ വേണം. 2, ഒരു സർക്കാർ ഉണ്ടായിരിക്കണം. 3, അവർക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് ഡിപ്ലോമാറ്റിക് നയതന്ത്ര ബന്ധങ്ങൾ നടത്താനാകണം. അവരുടെ ടെറിട്ടറി ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഇങ്ങനെ 4 കണ്ടീഷൻ ഉള്ളവരെ മാത്രമേ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കാൻ പറ്റുമെന്ന് പണ്ട് തുടങ്ങി. എന്ന് വെച്ചാൽ ചുമ്മാ ഒരു രാജ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ മോണ്ടി വീഡിയോ കൺവെൻഷൻ പ്രകാരം ഇത് പണ്ട് തുടങ്ങി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ആൾക്കൂട്ടമുണ്ട്, അതായത് ജനക്കൂട്ടമുണ്ട്, ജനമുണ്ട്. ഗവൺമെന്റ് വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാം. ഡിപ്ലോമാറ്റിക് റിലേഷൻസ് പ്രശ്നമാണ്. ഇവരുടെ പാലസ്തീന്റെ ഒരു മെയിൻ പ്രാക്ടിക്കൽ പ്രശ്നം വരാൻ പോണത് ഡിപ്ലോമാറ്റിക് റിലേഷൻ പ്രശ്നമാണ്. 2, ഇവരുടെ ടെറിട്ടറി ഇസ്രായേലിന്റെ ഓക്കുപ്പേഷൻ കാരണം ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അവർക്ക് ഈ പാലസ്തീൻ ജനതയുടെ പുറത്ത് ഇസ്രായേൽ കാരണം ഒരു ഇഫക്റ്റീവ് കൺട്രോൾ ആയിട്ടില്ല. അപ്പൊ ഇതൊരു വലിയ തടസ്സമാണ്. അതായത് ടെറിട്ടറി മാർക്ക് ചെയ്തിട്ടില്ല, പിന്നെ അവിടുത്തെ നീതിന്യായ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇഫക്റ്റീവായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഇപ്പൊ ഇല്ല. അപ്പൊ ഇത് രണ്ടും ഒരു വലിയ പ്രശ്നമാണ്. ഇതാണ് ഇസ്രായേലും അമേരിക്കയും പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും അവർക്ക് അവരുടെ ഒരു രാജ്യം വേണമെന്ന് 140 രാജ്യങ്ങൾ അംഗീകരിച്ച സ്ഥിതിക്ക് ഇത് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. മാത്രമല്ല, ഇപ്പൊ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ഒരു പ്രശ്നം, ഒരു 2 സ്റ്റേറ്റ് നേഷൻ, ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സൊല്യൂഷൻ ആയാൽ മാത്രമേ ഇതിന്റെ ഒരു ഫൈനൽ സെറ്റിൽമെന്റ് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതൊരു പച്ചയായ സത്യമാണ്. ഇപ്പൊ ഇതിനകത്ത് ഒരു പ്രശ്നം കിടക്കുന്നത് പറഞ്ഞാൽ ഇസ്രായേലിന് ഇതൊരു വലിയ സെക്യൂരിറ്റി കൺസേൺ ആണ്. കാരണം ഇതിന്റെ ചില ഭാഗങ്ങൾ ഇപ്പം ഇവിടുത്തെ 2 പ്രധാനമായ പ്രദേശങ്ങളാണ് വെസ്റ്റ് ബാങ്കും ഗാസയും. ഗാസ ഇപ്പോഴും ഹമാസിന്റെ കൺട്രോളിലാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് ഫത്ത എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ കൺട്രോളാണ്. ശരിക്കും പറഞ്ഞാൽ പാലസ്തീൻ ഇതിനകത്ത് ഒരു കൺട്രോൾ ഇല്ല. അപ്പൊ ഈ പാലസ്തീന് കൺട്രോൾ ഇല്ലാത്താണ് ഈ ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നിങ്ങളൊരു രാജ്യം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ ഞങ്ങൾക്കെതിരെ നിങ്ങളുടെ സമ്മതമില്ലാതെ യുദ്ധത്തിന് വരുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ തടയാനാകും എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്ന. നമ്മൾക്ക് നമ്മുടെ കേരളത്തിലെ ആളുകൾ എന്ത് പറയുന്നു, ഇവിടെ ആളുകൾക്ക് താല്പര്യമുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വിടുക. ഇതാണ് ഇസ്രായേൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രസക്തമായ ചോദ്യം. തീർച്ചയായും ടെക്നിക്കലി അല്ല, അതൊരു പക്ഷേ സത്യമാണ്. ഒന്ന് ബൗണ്ടറി ഡിസൈൻഡ് അല്ല, അത് ഇപ്പോഴും ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. ഇതാണ് നിങ്ങളുടെ ബൗണ്ടറി, പാലസ്തീന്റെ ബൗണ്ടറി ഇതാണ് എന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. മാത്രമല്ല, ഗാസയിലെ ഹമാസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ,
ഈ പിന്നെ വെസ്റ്റ് ബാങ്കിലെ ഫത്ത എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ഇവർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ഇവിടെ ഇതൊരു നമ്മൾ രണ്ട് സൈഡിലും ശരികളും തെറ്റുകളും ഉണ്ട്. അതിപ്പോ നമ്മൾ ഒരു നിഷ്പക്ഷമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് അവരുടെ ഈസ്റ്റ് ജെറുസലേമാണ് അവരുടെ ക്യാപിറ്റലായിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ പോലും അവർക്ക് യഥാർത്ഥ കൺട്രോൾ ഇല്ല. അവർക്ക് ഫത്ത് വേണം അവിടെ കൺട്രോൾ ചെയ്യണേ. അപ്പൊ ഇത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഇതിന് എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇത് കാര്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇസ്രായേലിന്റെ ഒരു മിലിറ്ററി പവറിനെ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലിന് സെക്യൂരിറ്റി ഉറപ്പാക്കുന്ന ഒരു സംവിധാനം, അതായത് പാലസ്തീനും വേണം, അതേ സമയത്ത് ഒരു സെക്യൂർ ഇസ്രായേലും വേണം. ഇത് രണ്ടും നടക്കാതെ എനിക്ക് തോന്നുന്നില്ല ഇതൊരു സാധ്യമാകുമെന്ന്. ഇതാണ് അതിന്റെ പ്രശ്നം. കാരണം വെച്ചാൽ ഈ അംഗീകരിച്ചാൽ UN ഒരിക്കലും അംഗീകരിക്കാം. ഒരു രാജ്യമായിട്ട് അംഗീകരിച്ച് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ പറ്റൂ, സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റൂ, ഈ ഒരു ബോർഡറിന്റെ കാര്യത്തിനകത്ത് ആരുമായിട്ടെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ വളരെ പ്രസക്തമായ കാര്യമാണ്. അപ്പൊ രാജ്യം ആദ്യം വന്നിട്ട് ബാക്കി ചെയ്യണമെങ്കിൽ ഇസ്രായേലിനെ കൂടെ കോൺഫിഡൻസിൽ എടുക്കാത്തിടത്തോളം കാലം അമേരിക്ക അത് വീറ്റോ ചെയ്യും. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇത് ഇത്രയും നാൾ എന്തുകൊണ്ടാണ് പാലസ്തീന് സ്വതന്ത്ര രാഷ്ട്ര പദവി കിട്ടാത്തതെന്ന് വെച്ചാൽ, അതായത് 140 രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അവർക്ക് ചില ഇതൊക്കെ ഒബ്സർവർഷിപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇപ്പോഴും UN. അപ്പം അവർക്ക് എന്തുകൊണ്ട്, അപ്പൊ ഇന്ത്യ പോലെ വേറൊരു രാജ്യത്ത് പോയി പിന്നെ എംബസി തുടങ്ങാൻ പറ്റൂല, കൗൺസിലേറ്റ് തുടങ്ങാൻ പറ്റൂല. ഇതൊക്കെയാണ് അതിന്റെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. വേറൊരു രാജ്യവും ഇപ്പം ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ പാലസ്തീനും സൗദി അറേബ്യയും തമ്മിൽ ഒരു ട്രീറ്റി ഉണ്ടാക്കണമെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു സഖ്യം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സഖ്യമല്ല എന്താ പറയാ, ഉടമ്പടി ഉണ്ടാക്കണമെന്ന് വെച്ചോ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് പറ്റൂല. സൗദി അറേബ്യ പാലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ രാഷ്ട്രമായിട്ട് UN അംഗീകരിക്കാത്തടത്തോളം കാലം ഒരു ഫുൾ സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കാത്തടത്തോളം ഇവർക്ക് അത് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇവരുടെ സഹായങ്ങള്, ഇവരുടെ കോൺസെപ്റ്റുകൾ, ഒരു ഭരണഘടന, ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേണം. അവിടെയാണ് ഇതിന്റെ ഒരു വലിയ പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ട് ഇതിനെന്താണ് പെട്ടെന്നൊരു പരിഹാരം എന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. ഇതിന് ഇവർക്ക് പാലസ്തീന് തടസ്സമായി നിൽക്കുന്ന ഈ ഫത്തയും ഹമാസും തന്നെ ആയിരിക്കും അല്ലേ സർ? അവരെ അതായത് പാലസ്തീന് വേണമെന്ന് വെച്ചാൽ പോലും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് കേരളത്തിന്റെ ഒരു പകുതി ഏരിയ അല്ലെങ്കിൽ പല ഏരിയകൾ പലരാണ് കൺട്രോൾ ചെയ്യണ. സർക്കാർ ഉണ്ടെന്ന് വെച്ചത് വിട്ടോ, പല ഏരിയ പലരാണ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാരിന് എങ്ങനെ, തമിഴ്നാട് വേറൊരു രാജ്യമാണെന്ന് വെച്ചോ, തമിഴ്നാടുമായിട്ട് എങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റും? കാരണം ഞാൻ സർക്കാർ പറയുന്നത് തിരുവനന്തപുരത്തുള്ളവർ കേട്ടാൽ തന്നെയും കണ്ണൂരുള്ളവർ കേൾക്കൂല. അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ആളുകൾ എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി. ഇതേപോലാണ് അവിടുത്തെ പ്രശ്നം. ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു സർക്കാർ ഒരു കാര്യം പറഞ്ഞാൽ ഹമാസ് അത് കേൾക്കുമെന്നോ ഈ മറ്റേ ഗ്രൂപ്പ് അത് കേൾക്കുമെന്നോ, ഇനി കേട്ടില്ലെങ്കിൽ അവരെ കൊണ്ട് കേൾപ്പിക്കാനുള്ള കേപ്പബിലിറ്റി ഇവർക്ക് ഉണ്ടാകുമെന്നോ നമുക്ക് പറയാൻ പറ്റാത്തടത്തോളം കാലം ടെക്നിക്കലി ഞാൻ നേരത്തെ പറഞ്ഞാൽ മോണ്ടെവീഡിയോ കൺവെൻഷൻ പ്രകാരം ഇവര് ഒരു രാജ്യത്തിന് അർഹരല്ല എന്നുള്ളതാണ് എന്റെ പ്രാക്ടിക്കൽ പ്രശ്നം. അപ്പം ഒന്നുകിൽ ഹമാസിനെ ഒതുക്കി ഇവർ കൺട്രോൾ ഏറ്റെടുക്കണം, ഈ മറ്റവരെ ഒതുക്കി. അതായത് ഞാൻ എന്റെ രാജ്യം എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ സർക്കാരിന് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റണം. അല്ലെ പിന്നെ ഞാൻ എങ്ങനെ ഒരു ഉടമ്പടി വേറൊരാൾ രാജ്യമായിട്ട് ഉണ്ടാക്കും? തീർച്ചയായിട്ടും ഇസ്രയേലുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇവർക്ക് ഇസ്രയേൽ പറയില്ലേ, നിങ്ങളപ്പം നിങ്ങളുടെ ഏരിയയിൽ പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഉറപ്പ് തരുമോ എന്ന് ചോദിച്ചാൽ എന്ത് ഉറപ്പ് ഇവർ കൊടുക്കും? ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം. അപ്പം നമ്മളിതിനകത്ത് ഇമോഷണലായിട്ട് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതാണ് ഇതിന്റെ പ്രാക്ടിക്കൽ പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും എന്നാണ് വേണേ. കാര്യം അമേരിക്കയും ഇസ്രായേലും എതിർക്കും. ഇസ്രായേൽ അല്ല പ്രശ്നം. ഒന്ന്, ഇസ്രായേലിന് രണ്ട് പ്രശ്നമുണ്ട്. ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ പ്രശ്നമായി. അമേരിക്ക വീറ്റോ പവർ ഉപയോഗിച്ചാലും പ്രാക്ടിക്കൽ പ്രശ്നമായി. ഇത് രണ്ടും ഒരു പ്രശ്നമാണ്. ഇപ്പൊ അതുകൊണ്ടാണ് ഈ UK, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗലാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ പാലസ്തീനെ റെക്കഗ്നൈസ് ചെയ്ത രാജ്യങ്ങൾ. ഇത് അമേരിക്കയ്ക്ക് അവഗണിക്കാൻ പറ്റാത്ത 3 രാജ്യമാണ്. ഇപ്പൊ ഓസ്ട്രേലിയ, കാനഡ, UK എന്ന് പറയുന്നത് എന്തൊക്കെ ട്രംപ് പറഞ്ഞാലും ശരി അവര് അംഗീകരിച്ചത് തന്നെ. അതിന്റെ കൂടെ പോർച്ചുഗലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ അത് തീരുമില്ല. പക്ഷെ ഇത് തീരണതാണ് നല്ലത്. ഈ പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ച്, ഇപ്പൊ ഇന്ത്യയൊക്കെ അംഗീകരിച്ചുകൊണ്ട് രാജ്യമായി അംഗീകരിച്ച്
പാലസ്തീന് അവർ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന്റെ കൺട്രോള് കിട്ടിയാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാണ് അതിന്റെ പച്ചയായ സത്യമെന്ന്. സത്യം പറഞ്ഞാൽ അവിടുത്തെ സിറ്റുവേഷൻ വളരെ കഷ്ടത്തിലാണ്. അവിടുത്തെ ആളുകളുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. നിവൃത്തിയില്ല. കാര്യം കാര്യങ്ങൾ തീരുമാനിക്കണമൊക്കെ വേറെ തീവ്രവാദി ഗ്രൂപ്പുകളാണ്. അവിടെയാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത്. തീർച്ചയായിട്ടും. നന്ദി. അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളും. അതെ, താങ്ക് യു സർ.